സ്ക്രീൻ കാണുന്നുണ്ടോ? Yes, sir. Yes, sir. ഇതിൻ്റെ ബേസിക്കലി നമുക്ക് നോട്ട് ചെയ്യാൻ തന്നിട്ടുണ്ടാവുക ഷോർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അത് നമുക്ക് കോമ്പറൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഇത് നോക്കണമെങ്കിൽ നിങ്ങളൊരു റെഫറൻസ് ആയിട്ടുള്ള ഗൂഗിളായിട്ടോ കാര്യങ്ങൾ സ്ലൈഡിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ലൈഡിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിയറി നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് പോയിന്റ്സ് അധികം പഠിക്കാൻ നോക്കുക. എപ്പോഴും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പോയിന്റ്സ് അധികം പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളെ ഇലാബറേറ്റ് എഴുതുന്നത് നിങ്ങൾ ഓരോരുത്തരുടെ കൺസെപ്റ്റ് കൂടി ഇരിക്കും. എന്നാൽ പോലും പോയിന്റ്സ് കുറച്ചധികം നോട്ട് ചെയ്ത് വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലെയാണ് നമ്മളെ ഈ HUT 300 എന്ന പേപ്പറിൽ പഠിക്കാൻ. ഇതിൽ ഹെക്സലോലിൻ തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ബാലൻസ് ഓഫ് പേയ്മെന്റ്സിലേക്ക് എത്തിയിരുന്നു. ബാലൻസ് ഓഫ് പേയ്മെന്റ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അതിലേക്ക് എത്തുന്നു. സോ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഐ തിങ്ക് വി ഹാവ് എക്സ്പ്ലെയിൻഡ് ഏർലിയർ. Like it is a kind of transactional records between import and exports of all kinds of good transaction made between one country to another different types of country. ഇന്ത്യൻ്റെ BOP ആണെങ്കിൽ ഇന്ത്യ ഒരു 2 കൺട്രികൾ തമ്മിലല്ല, ഇന്ത്യ ആരൊക്കെയായിട്ട് ഇടപെടുന്നു എന്നുള്ള റെക്കോർഡാണ് ഇന്ത്യ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിത്ത് റെസ്പെക്ട് ടു അതർ കൺട്രീസ് gives the BOP with respect to that particular country and summarize all transactions between ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഓൾസോ. ഫിനാൻഷ്യൽ മാത്രമല്ല നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും സർവീസസ് ആർ ഓൾസോ കൗണ്ടഡ് ഇൻ BOP. The main classifications or main components of BOP can be referred as current account, capital account and financial account. The financial account can be included in capital account itself. Financial account എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ വരും. ഇതൊക്കെ കോമ്പണൻസ് ആണ്. അതായത് വേറെ കോമ്പണൻസ് ആയിട്ടുള്ള ഫിനാൻഷ്യലി 3 വരുന്നത്. സോ കറണ്ട് അക്കൗണ്ട് ഇസ് ദ നത്തിങ് ബട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓർ the transaction details of all type of goods and services inside a country. It includes all type of importing and exporting of goods and services ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കറണ്ട് അക്കൗണ്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഈ ഗുഡ്സ് സർവീസ് ഉണ്ടാക്കുന്ന ഏർണിങ്സ്, എല്ലാ തരത്തിലുള്ള ഏർണിങ്സ്, അതിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഡീറ്റെയിൽസും വരും, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും, നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങൾ വരും, എല്ലാം വരും. നമ്മൾ പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങിക്കുന്ന പോലെയല്ല. അതായത് ഒരു സാധനം വിറ്റ് അതിനകത്ത് വരുന്ന വരുമാനം എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയല്ല ശരിക്കും കറണ്ട് അക്കൗണ്ടിൽ വരുന്നത്. അതിനകത്ത് എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷൻസും ഗുഡ്സ് ആൻഡ് സർവീസ് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള വൗച്ചേഴ്സ്, എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷൻസും ഇതിനകത്തേക്ക് വരുന്നു. It is all nothing but it is nothing special about the details that we are sharing on പ്രൊഡക്റ്റുകൾ കൊടുക്കുന്ന മാത്രമല്ല, പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഷെയർ ചെയ്യുന്നതും നമുക്ക് ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാം കറണ്ട് അക്കൗണ്ട്. And then capital account like നമ്മൾ എത്തിയിരുന്നത് ഇന്നലെ. So capital account deals with all type of capital or non-financial assets. Non-financial assets means it is nothing dealing with, capital account is nothing dealing with the financial statement or the transaction. Monetary എന്ന് പറയുമ്പോൾ പൈസയുടെ ഇടപാട്, മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമല്ല. അതായത് ഒരു സാധനം വിറ്റ് അതിനകത്ത് കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല ക്യാപിറ്റൽ അക്കൗണ്ട് ഉള്ളത്. സോ ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കാര്യം തുടങ്ങുമ്പോൾ നമ്മളെ കയ്യിൽ ഉണ്ടാവുന്ന കാര്യമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഓൺ ചെയ്യുന്ന കാര്യമാണ് ക്യാപിറ്റൽ. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിലൊരു പൈസ വരികയാണെങ്കിൽ അതിന് ക്യാപിറ്റൽ അക്കൗണ്ട് വരും. നമ്മൾ അതിനു വേണ്ടി എക്വയർ ചെയ്യുന്ന പൈസയല്ല, നമ്മൾ കറണ്ടായിട്ട് പോകുമ്പോൾ നിലവിൽ ലൈവായിട്ട് നമുക്ക് കിട്ടുന്ന ലാഭം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മറിക്കുന്നതാണ് കറണ്ട് അക്കൗണ്ട്. So capital account is dealing with the assets, non-financial assets, non-produced assets. നമ്മളെ കയ്യിലുള്ള നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങുന്നതിന് മുന്നേ വന്ന വണ്ടികൾ നമുക്ക് കൊടുത്താം, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഓൺലൈൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പറയുന്നത് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്, അല്ലേ? കറന്റ് അക്കൗണ്ട് ആയാലും ക്യാപിറ്റൽ അക്കൗണ്ട് ആയാലും ഫിനാൻഷ്യൽ അക്കൗണ്ട് ആയാലും പറയുന്നത് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബിസിനസ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ
കൺട്രീസ് വൺ അനദർ അല്ലെ, ഒരു ഒരു രാജ്യം മറ്റേ രാജ്യങ്ങൾ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ട്രാൻസാക്ഷൻസ് ആണ്. ഇത്രയും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസറ്റ്സിന്റെ ട്രാൻസാക്ഷൻസ് എന്നുള്ള ഡീൽസ്. നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മെഷീൻസ്, നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക്, നമുക്കൊരു കമ്പനി ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പുറത്തുള്ള രാജ്യത്ത് ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടത്തേക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു മെഷീൻ അയക്കുകയാണ്. അപ്പം നമ്മളെ കമ്പനിയിലേക്ക് തന്നെയാണ് ഈ മെഷീൻ അയക്കുന്നത്. അപ്പം നമുക്കിതിന് ലാഭം ഇപ്പം കിട്ടുന്നില്ല അല്ലേ. അപ്പം നമ്മൾ ഈ മെഷീൻസ് നമ്മൾ ദുബായിലേക്ക് കൊണ്ടുപോയി ഇവിടുന്ന് കയറ്റുമതി ചെയ്തു. അപ്പോൾ ഇത് നമ്മളെ ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കാം. ക്യാപിറ്റൽ ഡെബിറ്റ് ആണ്. നമ്മുടെ രാജ്യത്തിന് ഇന്ത്യനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഡെബിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ഇത് വരുന്നത്, ഒരിക്കലും കറന്റ് അക്കൗണ്ടിലേക്കല്ല വരുന്നത്. കാരണം ഇതിനകത്തൊരു ഫിനാൻഷ്യൽ ഇടപാട് നടക്കുന്നില്ല. കേവലം ഒരു നോൺ ഫിനാൻഷ്യൽ അസറ്റാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ എന്ത് രാജ്യത്തിനെ ബേസ് ചെയ്ത് പോകുന്ന എന്ത് കാര്യമായാലും, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന എന്ത് കാര്യങ്ങളായാലും അത് ഡെബിറ്റിലേക്കും അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്ന. സോ ഇത് നമ്മൾ ഇന്ത്യനെ കൺസിഡർ ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നത്. ഇപ്പൊ ദുബായിനെ കൺസിഡർ ഉണ്ടാക്കുമ്പോൾ അത് ഇതാണ്, എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രെഡിറ്റ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ആ പറയുന്ന സാധനം. നമുക്ക് ഡെബിറ്റ് ആവും. നമ്മൾ ആരെയാണ് ബേസിൽ ഉണ്ടാക്കുന്നത് അത് അവരെ വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക. BOP ഉണ്ടാക്കുന്ന രാജ്യം ഏതാണ്, അതിനെ വെച്ചിട്ട് ആലോചിച്ചാലേ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ഐഡിയ കിട്ടുള്ളൂ. സോ ഇറ്റ് ഈസ് ദ അക്വിസിഷൻ ഓർ ഡിസ്പോസൽ ഓഫ് നോൺ ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് നോൺ പ്രൊഡ്യൂസ്ഡ് അസറ്റ്സ് വിച്ച് ആർ നീഡഡ് ഫോർ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടേക്ക് അയക്കുന്ന കാര്യങ്ങളാവാം. അതല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ അസറ്റുകളാവാം, ഭൂമിൻ്റെ ഇടപാടുകൾ അല്ലേ, നമ്മൾ ഭൂമിയിൽ രേഖകൾ കൊടുക്കുന്നു, ഡോക്യുമെൻറ്റേഷൻ ഓഫ് അതിന് രേഖകളാവാം, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കിടന്ന വിലപ്പെടുത്തുന്ന പ്രോപ്പർട്ടികളാവാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതാവാം. സോ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ ഈ മൈൻസ് നമ്മുടെ കയ്യിൽ ഇന്ത്യനകത്ത് നമുക്കൊരു പുറത്തുള്ള മൈനുകൾ ഉണ്ടല്ലോ, കുഴിച്ചിരുന്ന ഖനികൾ, അതൊരു ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അവിടെ തന്നെയുള്ള ക്യാപിറ്റൽ അക്കൗണ്ടാണ്, അവരെ അസറ്റാണ് അല്ലെ, അവരുടെ രാജ്യത്തിൻ്റെ അസറ്റാണ്. അതൊരിക്കലും അവരെ വില കൊടുത്ത് വാങ്ങിയതല്ല, അവരെ കയ്യിലുള്ള അസറ്റാണ്. അപ്പോൾ അവർ എന്താ പറയുക, ക്യാപിറ്റൽ അക്കൗണ്ടാണ് പെടുത്താൻ പറ്റുക. ഓക്കെ. സോ ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ മീൻസ് ഇറ്റ് ക്യാൻ ബി subdivided into മോണിറ്ററി ഫ്ലോസ് ബ്രാഞ്ച് ഫ്രം ഡെപ്റ്റ് ഫോർഗീവ്നെസ്. ഡെപ്റ്റ് ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ധനപരമായ ഇടപാടാണ് നടക്കുന്നില്ല, അതായത് കൊടുക്കാനുള്ള പൈസ വേണ്ടാന്ന് വെക്കുന്നത്. അല്ലെ, നമ്മളിപ്പം പുറത്തേക്ക് കൊടുക്കേണ്ട പൈസ, അതായത് നമ്മളായിരിക്കും കടം കൊടുത്ത പൈസ അവർ വേണ്ടാന്ന് വെക്കുന്നതും ഇങ്ങനത്തെ കയ്യിൽ വരും. കാരണം അത് നമ്മൾ ഒരു ട്രേഡ് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസയല്ല. നമ്മൾ കൊടുക്കാനുള്ള പൈസ വേണ്ട നമുക്ക് തിരിച്ചു കിട്ടുന്ന പോലെയാണ്. അപ്പോൾ അത് എന്താ, അതൊരിക്കലും ട്രേഡ് ചെയ്ത് കിട്ടുന്ന പൈസയല്ല, അതൊരു ബിസിനസ് നടത്തിയിട്ട് കിട്ടുന്ന പൈസയല്ല, അതൊരു ഡെപ്റ്റ് ഫോർഗീവ്നെസ് ആണ്. അതായത് കടം ക്ഷമിക്കുക എന്ന് പറയുന്നത്, കടം വേണ്ടാന്ന് വെക്കുന്ന രീതി. സോ മോണിറ്ററി ഫ്ലോസ് ബ്രാഞ്ചിങ് ഫ്രം ഡെപ്റ്റ് ഫോർഗീവ്നെസ്. അങ്ങനെ വേണ്ടാന്ന് വെക്കുന്ന പൈസ പല കാര്യങ്ങൾക്ക് വേണ്ടി ഒഴുകുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, അപ്പോൾ അത് വേണ്ടാന്ന് വെക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അസറ്റ് ആവില്ല, അത് ആ പൈസ ഉണ്ട്, ഞാൻ കൊടുക്കേണ്ട പൈസയാണ്, എന്നാൽ അപ്പോൾ എനിക്ക് ആ പൈസ കിട്ടിയ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഇനി ആ പൈസ നമ്മളെ ഇതിലോട്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ 1 minute. ഞാൻ ആദർശാണ് ഈ ക്ലാസ്സിലാണ് ക്ലാസ്സിലാണ് വിളിക്കാം. ഓക്കെ. സോ മോണിറ്ററി ഫ്ലോസ് ബ്രാഞ്ച് ഫ്രം ഡെപ്റ്റ് ഫോർഗീവ്നെസ്. ആൻഡ് നമ്മൾ അങ്ങനെ വേണ്ടാന്ന് വെച്ച പൈസ, ദാറ്റ് പെർട്ടിക്കുലർ എമൗണ്ട് ഓർ ദാറ്റ് പെർട്ടിക്കുലർ അസറ്റ്സ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ പല ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കുകയാണ്. അങ്ങനെയുള്ള ഫ്ലോ, ആ പൈസ ഒരിക്കലും നമുക്ക് ട്രേഡ് ചെയ്ത് കിട്ടിയ പൈസയല്ല. അപ്പോൾ അതൊരിക്കലും നമുക്ക് ഈ കറണ്ട് അക്കൗണ്ട് കാണിക്കാൻ പറ്റില്ല, അത് ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ പൈസ കൊണ്ട് ഉണ്ടാക്കുന്ന ദാറ്റ് മോണിറ്ററി ഫ്ലോസ് ആൻഡ് ദാറ്റ് ഫ്ലോ ഓഫ് ദാറ്റ് മണി ഇൻ ടു അവർ ബിസിനസ് ഓർ ട്രേഡിങ് വി ക്യാൻ, ആ ഒരു ഫ്ലോനെ നമുക്ക് ആ പൈസ കൊണ്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കയ്യിൽപ്പെടുത്താം, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പെടുത്താം. ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് ഫിനാൻഷ്യൽ അസറ്റ്സ് ബൈ മൈഗ്രൻസ് ലീവിങ് ഓർ എൻ്ററിങ് എ കൺട്രി. ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് ഫിനാൻഷ്യൽ അസറ്റ്സ്, ഇതൊന്നും പൈസയിലല്ല. ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്, നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആൾക്കാർ കൊണ്ടുപോകുന്ന സാധനങ്ങൾ, അതിനൊരു മതിപ്പ്, ഇത് കാര്യങ്ങളൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ടൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്, financial assets by migrants leaving or entering a country. If it is
entering a country, we can take it as a credit into our capital account. And if it is leaving from our country, we can classify it into debit from our country. Any financial assets or goods that are transferred or entered to a country. And then the transfer of ownership on fixed assets. The transfer of ownership on ഫിക്സഡ് അസറ്റ്സ്, അതായത് നമ്മുടെ കയ്യിലെ ഡോക്യുമെൻറ്റേഷൻ ഒക്കെ നമ്മൾ വേറെ കയ്യിലാക്കി കൊടുക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ കയ്യിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ലൈക്ക് സച്ച് ആസ് എക്വിപ്മെൻറ്റ്സ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് ടു ജനറേറ്റ് ഇൻകം, അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോസസ്. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഫിക്സഡ് അസറ്റ്സ്, നമ്മുടെ കയ്യിലുള്ള രേഖകൾ വേറൊരാളുടെ പേരിലേക്ക് കയറി മാറ്റുന്നതൊക്കെ. ഇപ്പം ഇവിടെയുള്ള ഒരു രേഖ, ഇവിടെയുള്ള ഈ രാജ്യത്ത് നിൽക്കുന്ന ഒരു ബിസിനസ് ഒരു എൻ്റർപ്രനർ പുറത്തുള്ള രാജ്യത്തുള്ള ആൾക്കാർക്ക് അവരെ സ്വത്ത് അല്ലെങ്കിൽ ഇവരെ ഈ പറഞ്ഞത് എഴുതി കൊടുക്കുകയാണെങ്കിൽ അത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് അയാളുടെ പേരിലേക്ക് മാറിയെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഇവിടുന്ന് അയാളുടെ പേരിലേക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറും. ആൻഡ് ദെൻ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് റിസീവ്ഡ് ടു സെയിൽ അക്വിസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. സോ അങ്ങനെയുള്ള ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈസ. അപ്പോൾ അസറ്റുകൾ മാത്രം, ഫിക്സഡ് അസറ്റുകളും അതിന് ഉപയോഗിക്കുന്ന പൈസകളും ഒക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ. ദെൻ uninsured damage of fixed asset. Uninsured damage means if possess a insurance coverage, they will pay back or they will get a return back policy of a fixed asset. നമ്മുടെ കയ്യിലുള്ള വണ്ടി ഇൻഷുർ ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിനു വേണ്ടി നമുക്ക് ഇൻഷുർ ചെയ്താൽ നമുക്ക് അതൊന്നും കയ്യിൽ നഷ്ടം വരുന്നില്ല, നമുക്ക് കിട്ടുകയാണ്. ഇഫ് uninsured damage to fixed assets means you want to pay or you want to remit any type of money for repairing of that particular fixed asset. So we can classify that kind of excess but kind of transactions into our capital account, right? Then moving into financial account. So we have already studied about the capital and current account. So this financial account something is actually different from that capital and current account, by which here international monetary flows ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള പൈസയുടെ ഇടപാടുകളോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഡീൽ ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ ഡോക്യുമെന്റേഷനാണ് നമ്മളെന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. which means the monetary flows related to investment in business, real estate, bonds and stocks. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ട എല്ലാതരം രേഖകളും, നമ്മൾ പൈസയുടെ ഇടപാടുകൾ വരുന്ന എല്ലാ രേഖകളും സൂക്ഷിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ട്. ദ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് സ്റ്റോർഡ് ഡ്യൂ ടു ദി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, ബോണ്ട്സ്, സ്റ്റോക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. So it is also included in government owned assets. ഇതിൽ പെടുത്താം ഗവൺമെന്റ് ഓൺഡ് അസറ്റ്സും ഫോറിൻ റിസർവ്സ് ആയിട്ടുള്ള നമുക്ക് പുറത്തേക്ക്, അത് എല്ലാ തരത്തിലുള്ള പൈസയുടെ ഇടപാടുകൾ. ക്ലാസിഫൈഡ് അണ്ടർ ഫിനാൻഷ്യൽ അക്കൗണ്ട്. പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക. International monetary flows related to investment in business, real estate, bonds and stocks are documented. The documentation purpose is a main criteria for any types of business operations. So if business operation is taken between different countries, this have a special value and this must be taken in special interest to prepare a perfect and a credible financial account to understand the transaction details and to avoid the disputes between the two countries. It must be fair and it must be നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന രീതിയിലായിരിക്കണം ഫിനാൻഷ്യൽ അക്കൗണ്ട് ഇതുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട് എല്ലാ തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റിനായാലും എല്ലാ തരത്തിലുള്ള മണി ഫ്ലോസ്, ഇടപാടുകൾ എന്ന് പറയുന്നത്, പൈസ എത്ര പോയി എത്ര വന്നു എന്നല്ല, ഇടപാടുകൾ, മോണിറ്ററി ഫണ്ടുകളായാലും അതിൻ്റെ ഇടപാടുകളൊക്കെ സൂക്ഷിക്കുന്ന ഇതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. ഓൾസോ
ഗവൺമെന്റ് ഓൺഡ് അസറ്റ്സുകളും ഇതിനകത്ത് പെടുത്താം. ജസ്റ്റ് ഫോറിൻ റിസോഴ്സ് ഗോഡ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. സ്പെഷ്യൽ ഡ്രോയിങ് ഈസ് SDR. സോ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ it is a supplementary foreign exchange reserve assets defined and maintained by International Monetary Fund. IMF-ന് കീഴിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റേഷൻ പ്രശ്നം സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് പറഞ്ഞത്. സോ ദേ റെപ്രസെന്റ് എ ക്ലെയിം ടു കറൻസി ഹെൽഡ് ബൈ IMF മെമ്പർ. നമുക്ക് അതായത് നമ്മുടെ കയ്യിലുള്ള IMF-ൽ രജിസ്റ്റർ ചെയ്ത ഒരാളെ കയ്യിലുള്ള ഫണ്ടിങ്ങിന്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ക്ലെയിം ചെയ്യാനും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പരാതിയും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് special drawing rights. So International Monetary Fund or International Money Fund, IMF, is a large type of organization where this type of financial account details and financial purpose കൊണ്ട് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് കൺട്രികളെ കൂട്ടിച്ചേർക്കുന്ന ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. അപ്പോൾ ആ ഒരു ഫണ്ടിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, ഇന്റർനാഷണൽ എല്ലാ ഡിസ്പ്യൂട്ട്സും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ട്രേഡിംഗ് ഓർഗനൈസേഷൻ. സോ ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ വേൾഡ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ WTO, വേൾഡ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ പോലെ തന്നെയാണ് ഈ ഫണ്ടിങ് ഫിനാൻഷ്യൽ ഇടപാടുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. സോ വി ഹാവ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF is there, and that organization is funding and keeping all transaction details related to international activities. So assets owned by foreigners, the assets owned by foreigners, private and official are also recorded in financial account. So ഈ അസറ്റ്സുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ഇടപാടുകൾ, പൈസ ഇടപാടുകളും കൂടി അതിനകത്ത് വരുന്ന ഇടപാടുകൾ, അസറ്റ്സുകളുടെ ഫോറിനേഴ്സ്, നമ്മുടെ അതിനകത്തുള്ള ഡോക്യുമെന്റേഷൻ. ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരല്ല, അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരല്ല, അത് പുറത്തുള്ള ആൾക്കാരെയാണ്. അപ്പോൾ അത് ഇവിടത്തേക്ക് വരുമ്പോൾ അത് നമുക്ക് റെക്കോർഡ് ചെയ്യപ്പെടും, ഇതൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യപ്പെടും. Then we have a balancing act between current capital and financial account. So I already say that the total bill of payment, total balance of payment, the amount of total balance of payment must be zero. അങ്ങോട്ട് കൊടുക്കാനുള്ളതും ഇങ്ങോട്ട് തരാനുള്ളതും ഒക്കെ സീറോ, ടോട്ടൽ കാൽക്കുലേഷൻ സീറോ ആയാൽ മാത്രമാണ് we can say that it is considered as an equilibrium position. So if we want to say that our monetary funding or monetary transactions or all type of payments between trading between the international countries are in equilibrium, the balance of payment must be zero. So to consider or to make the total that current account, capital and financial account, that is total bill of payments, the sum of the bill of payments must be zero ആകണമെങ്കിൽ എന്ത് ചെയ്യണം? The current account should be balanced against the combined capital and financial account. The current account can be balanced with the both combined capital and financial accounts. So current account is the total transaction between goods and services that is currently occurring in our trading business, trading purpose. And combined capital and financial means അതിൻ്റെതായിട്ടുള്ള സൈഡിൽ വരുന്ന അസറ്റ്സുകളും ഫിനാൻഷ്യൽ അസറ്റ്സുകളും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡീലിങ്സും കാര്യങ്ങളും ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിലവിൽ നടന്നു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. സോ അതിനെ ബേസ് ചെയ്തിട്ട് അത് രണ്ടും ഈക്വലിബ്രിയം പൊസിഷൻ ആണെങ്കിൽ മാത്രമാണ് കമ്പൈൻഡ് ക്യാപിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട് കൂട്ടിയ കറണ്ട് അക്കൗണ്ടിന്റെ ഫീച്ചറിന് അടുത്തെത്തുന്നത് മാത്രമാണ്. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് ഇൻ ഇക്വലിബ്രിയം പൊസിഷൻ. സോ ഓർ ഐ ക്യാൻ സേ ഇറ്റ് ഈസ് ഇൻ ബാലൻസ് ചെയ്തിരിക്കുകയാണെന്ന് പറയാം. അവർ ടോട്ടൽ trading is in balance, or bill of balance of payments is in balance എന്ന് പറയാം. So there is a less chance for occurring this. There is only a less chance for occurring this because as I said, the monetary transactions or the total money value of our country or any country is it is not in a particular normal form. അത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ the exchange rates between the countries. So when we are trading with the different countries, ഒരുപാട് രാജ്യങ്ങളായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ the different currency values for every country will be different. So our balancing and balance of payments must be അത് ഇക്വലിബ്രിയത്തിൽ ആവണമെങ്കിൽ എന്താവണം? All exchange rates of every country must be same, but practically it is not possible. The money value or the total value of
our currency in every country is different, and that exchange rates are also different. നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ റുപ്പി, ഒരു ഇന്ത്യൻ റുപ്പി ഒരു റിയാലിന് തുല്യമാവുന്നതിലാണ് എക്സ്ചേഞ്ച് റേറ്റ് തുല്യമാവുന്നത് അല്ലേ. ഒരു ഇന്ത്യൻ റുപ്പി ഒരു ഇതിലാകുമ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ചെയ്യുന്നു. സോ അതിലേക്ക് സംഭവിക്കാത്തതുകൊണ്ട് ഓരോ രാജ്യത്തിനും ഡിഫറെൻറ്റ് കറൻസി റേറ്റുകളായതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് എന്നുള്ള ഇതിനെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അത് എല്ലാ രാജ്യത്തും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു ഡോളറിൻ്റെ വാല്യൂ എടുത്താൽ തന്നെ ഒരു മാസം ഉണ്ടാകുന്ന അടുത്ത മാസത്തിലേക്ക് ചിലപ്പോൾ റേറ്റുകൾ മാറ്റം വരും. So that will affect the funding process, and that will affect the balancing of the current capital and financial accounts between them, and the balancing act will not be same, but we want to say that it is in equilibrium, the all value must be equal ആണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുന്നു. So if a country has a fixed asset abroad, this borrowed amount is marked as a capital current outflow. So നമ്മൾ നേരെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് പുറത്തോടേക്ക് ഒരു കാര്യം അയക്കുകയാണെങ്കിൽ, so if we are transferring or if we are moving any type of assets that we have to abroad, we can say it is a current flow or capital account outflow. അസറ്റുകളാണ് മൂവ് ചെയ്യുന്നത്, അതിന് ക്യാപിറ്റൽ അക്കൗണ്ടാണ് പെടുന്നത്. സോ ഇഫ് അങ്ങനെയാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വരുന്നത്. നമുക്ക് ഇഫ് വി ഹാവ് എ ക്യാപിറ്റൽ or assets that we are moving to abroad or foreign countries, we can say it is a capital account outflow from our country. And if any assets that we are moving from another country to our country, we can say it is a capital account inflow. So like this is managed and this is made in equilibrium. അങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്. സെയിൽ ഓഫ് ദ ഫിക്സഡ് അസറ്റ്, നമ്മൾ ആ അസറ്റുകൾ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, നമ്മളൊരു അസറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ പേരിലേക്ക് സ്ഥലം, ഇപ്പോൾ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് പോകുന്നതെങ്കിൽ, ഒരു ഫിനാൻഷ്യൽ ഇടപാടല്ല, ഇവിടെ നമ്മൾ അസറ്റുകളാണ്, രേഖകളാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ, വി ക്യാൻ സേ ഇറ്റ്സ് എ ക്യാപിറ്റൽ അക്കൗണ്ട് ഔട്ട്ഫ്ലോ. ആൻഡ് if any type of documentation or any type of assets is transferred from another country to our country, അസറ്റുകളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ, രേഖകളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ, വി ക്യാൻ സേ ഇറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഫ്ലോ. ബട്ട് ഇഫ് ദറ്റ് മണി ഈസ് കമ്മിങ് ബാക്ക്, അസറ്റുകൾ അവിടുന്ന് കച്ചവടം ചെയ്തിട്ട് അതിൻ്റെ പൈസയാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതെങ്കിൽ, ഇറ്റ് ഈസ് ട്രേഡ്, നമ്മുടെ പുറത്തെ രാജ്യത്തേക്ക് ഒരു സാധനം കച്ചവടം ചെയ്തു എന്നിട്ട് അതിൻ്റെ പൈസയാണ് ഇങ്ങോട്ട് വരുന്നത്, വി ക്യാൻ സേ ഇറ്റ് ഈസ് കറന്റ് ഫ്ലോ അല്ലേ, കറന്റ് അക്കൗണ്ട് ഇൻഫ്ലോ എന്ന് പറയാം. അങ്ങോട്ടേക്ക് അസറ്റുകളാണ് അയച്ചത്, പക്ഷേ ഇങ്ങോട്ടേക്ക് നമുക്ക് എന്ത് കിട്ടുന്നു, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ട്രേഡിങ് നടത്തി അവിടുന്ന് വിറ്റ വരുമാനമാണ് നമുക്ക് നാട്ടിൽ കിട്ടുന്നത്, വി ക്യാൻ സേ കറന്റ് ഫ്ലോ. അവിടെ കാരണം നമ്മളിത് അവിടെ പോയി കച്ചവടം നടത്തിയാൽ കഴിഞ്ഞാൽ അവിടെ എന്തായി, അത് സെയിലിംഗ് ആയി. സെയിലിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പൈസയാണ് നാട്ടിലേക്ക് വരുന്നതെങ്കിൽ, വി ക്യാൻ സേ ഇറ്റ് ഈസ് കറന്റ് ഇൻഫ്ലോ അല്ലേ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതിനൊക്കെ പ്രത്യേക ഡീലേഴ്സ് വേണം, ഇത് ഡീൽ ചെയ്യാൻ പ്രത്യേക സ്കിൽഡ് ഇത് വേണം, ആൾക്കാർ വേണം. എനി ഫിനാൻഷ്യൽ സെറ്റപ്പ് must be there to maintain all these procedures together. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെ, അതായത് നമ്മൾ ഇവിടുന്ന് പൈസ ഡീലിങ്സ് ആണ് നടത്തുന്നതെങ്കിൽ കറണ്ട് അക്കൗണ്ടിലേക്കും, അസറ്റുകളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് വരുന്നത്, റൈറ്റ്. ഓർമ്മിച്ചപ്പോൾ then what is the important and what is the application of the BOP that you have studied? പഠിച്ചിരുന്ന BOP ബാലൻസ് ഓഫ് പേയ്മെന്റ്സിന് ഡീറ്റെയിൽസ് പഠിച്ചിട്ടുണ്ട്. സോ അതിനൊക്കെ എന്താണ്, ഇതിനൊക്കെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഉണ്ടാക്കി വെക്കുന്നതും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ടാക്കി വെക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓർ വാട്ട് ആർ ദ മെയിൻ features that a country is taking this balance of payments as important, what is the consideration that is
obtained for balance of payments in a country or in a trading or in a business or operation between one country to another. These are listed here. Please note down the details. പഠിക്കുന്ന points are please take a notebook and note down these details. It's a very important topic. So if you studied this type of points, ഈ benefits importance ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ we can directly recreate a definition behind the BOP, and we can also write the features behind BOP, and we can also write the advantages of BOP, and you can also write the disadvantages also. ഇതൊക്കെ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ വെച്ച് ഡീൽ ചെയ്യാം. ഈ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ്? സോ ഇമ്പോർട്ടൻസ് ഓഫ് BOP, balance of payments. The main importance of balance of payment in India or any country is determined or നമ്മൾ balance of payments ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ കാരണം എന്തൊക്കെയാണ്. So it monitors the transaction of all the imports and exports service and goods and service for given period. So like national income, we are considering this balance of payments for a particular level. അങ്ങനെ ഒരു particular ടൈം പീരീഡിൽ മെഷർ ചെയ്താൽ മാത്രമാണ് നമുക്കിത് ബാലൻസ് ആയോ ഇക്വലും പൊസിഷൻ ആണോ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമുക്കൊരു ടൈം പീരീഡിൽ മെഷർ ചെയ്യാം. Like a month or a quarterly or a 6 months period or a 1 year period, we want to measure this balance of payments to know whether it is equilibrium or whether it is in equilibrium or not. Right? So you want to monitor it. You want to monitor. So it monitors balance of payments, monitors all kinds of transaction which deals with the import and exports, all type of monetary transactions, non-monetary transactions, financial transactions, non-financial transactions are all coming under this bill of payments. That means that this bill of payments constitute capital account, current account, and both financial and financial account too. Therefore, you can measure all the kinds of transaction between import and exports of services and goods. Not only goods, but also service also we can explore by using this balance of payment. That is the main point you want to study. Please note down that point. And then it helps the government to analyze a particular industry export growth potential and formulate policies to sustain it. So in our country, there are firms or there are business companies which makes huge profits or which makes a huge reputation on trading with other countries, which will create a cooperation between the two countries. ഒരു ചില രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടത്തിൽ ചില കമ്പനികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. റൈറ്റ്? ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ യൂസഫ് അലി is a successful entrepreneur in India or in Kerala. You can see Lulu hypermarkets are all over നമുക്കിപ്പം നമ്മുടെ രാജ്യത്തായാലും കേരളത്തിലായാലും പുറത്തായാലും ഉണ്ട്. ഇപ്പോൾ ലുലു മാർക്കറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ നിന്നായാലും ദുബായിൽ നിന്നായാലും പുറത്തുനിന്ന് ഏത് രാജ്യത്തുനിന്നായാലും അപ്പോൾ ആ രാജ്യത്ത് കിട്ടുന്ന ആ ഒരു കമ്പനിയെ കൊണ്ട് നമുക്ക് ആദ്യത്തിന് കിട്ടുന്ന റെപ്യൂട്ടേഷൻ വളരെ വലുതാണ്. റൈറ്റ്? ആ ഒരു പെർട്ടിക്കുലർ ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ള വാല്യൂ ഉള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമുക്ക് നാട്ടിന് കിട്ടുന്ന പേരും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു എക്കണോമിക് ഗ്രോത്ത്, പൊട്ടൻഷ്യൽ ഗ്രോത്ത്, അറ്റൻഷൻ ഗ്രോത്ത് ഈസ് വെരി ഹയർ. So I think helps this balance of payments for a company helps government to analyze a particular industry alone. So we can measure the growth and the properties behind the growth of a particular company, and government can analyze the property of export, that is import or exporting growth potential of that particular company. എക്സ്പോർട്ടിങ്ങിന് പേരുകേട്ട കമ്പനിയാണ് നമ്മുടെ നാട്ടിലെങ്കിൽ സോ അതിന് നല്ല രീതിയിലുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, അതായത് നല്ല രീതിയിലുള്ള ഇൻകം അത് ഉണ്ടാക്കുന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ക്യാൻ ഗിവ് മോർ ഫണ്ടിങ്, government can use this balance of payment to enhance the growth of the company and to make more income and reputation to our country. So government can analyze and formulate different policies to enhance the company's growth, thereby increasing the reputation and growth of economy of total country. Right? ഒരു പെർട്ടിക്കുലർ കമ്പനീനെ ബേസ് ചെയ്ത് നമ്മൾ അത് ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ സഹായിക്കുകയാണെങ്കിൽ ആ കമ്പനിയിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ റെപ്യൂട്ടേഷനും രാജ്യത്തിൻ്റെ ബിസിനസ് ഓപ്പറേഷൻസും നമുക്ക് പുറത്തേക്ക് എത്തിക്കാനും പറ്റും, പുറത്തുനിന്നുള്ള അകത്തേക്ക് എത്തിക്കാനും പറ്റും.
So it gives the government a comprehensive perspective on different range of import and export tariffs. So also there is a feature of the tariff rates that you want to give for importing and exporting to all over the world. So as I said, the exporting rates, that is tariff rates for different countries, are different. സോ ഇത് മെയിൻ ഡിഫക്റ്റ് ഇന്റർനാഷണൽ ട്രേഡിന്റെ ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമ്മൾ പഠിച്ചിരുന്നത് ഇതാണ്. അതായത് പുറത്തെ രാജ്യത്തേക്ക് കച്ചവടം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടാക്സിന്റെ പ്രശ്നങ്ങൾ. ടാക്സ് നമ്മൾ അധികം കൊടുക്കേണ്ടി വരുന്നത്, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അധികം ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അധികം ടാക്സ് കൊടുക്കണം. അപ്പോൾ ഓരോ രാജ്യത്തും ഇത് എക്സ്പോർട്ട് ചെയ്യും ഇമ്പോർട്ടിങ്ങിന്റെ റേറ്റ് മാറ്റാണ്. So by studying the balance of payments carefully for a country, we can analyze the total total tariff rates of different countries. So government can analyze a comprehensive perspective on different range of import and export tariff rates between the country. And also the last point, the slide, the government then increase and decrease the tax to discourage import and encourage export individually and by self-sufficient. So by studying the different tariff rates of different country, a government can increase or decrease the tax to discourage import. That is, a company, every country is trying to make more export facilities. That means to earn more profit and to earn more economic growth by exporting our items. അല്ലെ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ അധികമുള്ള കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമെന്ന് പറയുമ്പോഴാണ് ഒരു കമ്പനി രാജ്യത്തിന് റെപ്യൂട്ടേഷൻ ഉള്ളത്. സോ കമ്പനി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പല രാജ്യങ്ങളും പല ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും പല പല കമ്പനീൻ്റെ പല പ്രൊഡക്ട്സ് ഒക്കെ ഇമ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. ചൈനീസ് പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വിവാദമായ കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടാരിഫ് റേറ്റിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ടാക്സ് റേറ്റ് to discourage the import facilities and to encourage the export facilities by studying or by analyzing this balance of payments very carefully. Please note down these points. And the balance of payment shows you whether a country saves enough funds to pay for the import and whether the country can produce enough output to cover the cost of the economic growth. So ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് നമുക്ക് മനസ്സിലാക്കുന്ന വേറൊരു പോയിന്റാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഗവൺമെന്റ് കിട്ടുന്ന വേറൊരു പോയിന്റാണ്, അല്ലെങ്കിൽ വേറൊരു ബെനിഫിറ്റാണ്, വേറെ ഇമ്പോർട്ടൻസ് നമ്മൾ ബിസിനസ് കൊടുക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ this shows whether a country saves enough funds to pay. നമുക്ക് രാജ്യത്തിന് കയ്യിൽ ഇനഫ് ഇനി വരുന്ന പ്രൊഡക്ഷൻ ആയാലും ഇനി വരുന്ന എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് ആയാലും നമുക്ക് കൂടുതൽ ഫണ്ടിങ് നടത്താൻ പറ്റുമോ, ആ കമ്പനീൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിന് എക്കണോമിക് ഗ്രോത്ത് ഏത് രീതിയിലാണ് പോകുന്നത് പ്രൊഡിക്റ്റ് ചെയ്യാനും, ആ പ്രൊഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഭാവിയിലായാലും കമ്പനിക്ക് അല്ലെങ്കിൽ രാജ്യത്തിന് മെയിൻറ്റെയിൻ ചെയ്ത് ഈ എക്സ്പോർട്ടിന് പുറമെ ഇമ്പോർട്ടിന് പുറമെ എക്സ്പോർട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു എക്കണോമിക് ഗ്രോത്തിലേക്ക് ഒരു രാജ്യം എത്തുമോ ഇല്ലയോ എന്ന് അറിയാൻ പോലും നമുക്ക് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഉപയോഗിക്കാം. റൈറ്റ്. So these are the main important topics or important details of balance of payments. So now next session we can discuss more about the components and the difference between balance of payment and balance of trade, and the main components and the flowchart details of the components, capital account and current account. Now in next session.